ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് എസ്തെറ്റിക് ആയിട്ടുള്ളൊരു നെയിൽ ആർട്ട് നോക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ രണ്ട് കളേഴ്സ് മതി. ഒന്നെങ്കിൽ ലാവൻഡറും വൈറ്റും മിക്കവരുടെ ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് വേറെ വൈറ്റ് എന്തായാലും വേണം. ലാവൻഡർ പകരം ഏത് കളർ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ലൈറ്റായിട്ടുള്ള പിസ്ത ഗ്രീനൊക്കെ എടുക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യം വാസ്ലിൻ തേച്ച് കൊടുക്കുകയാണ് കൈയിൻ്റെ വിരലിൻ്റെ ചുറ്റും. അപ്പോൾ അതാകുമ്പോൾ ഒട്ടിപ്പിടിക്കില്ല. ഇനി ഇതിലായാലും നമുക്ക് തുടച്ചെടുക്കാൻ എളുപ്പമാണ്. നഖത്തിലാരും തേക്കരുത് കേട്ടോ. നഖത്തിൽ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിക്കാൻ ബുദ്ധിമുട്ടാവേ. അപ്പോൾ ചുറ്റോറും തേച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റായിട്ട് ഒരു കോട്ട് അടിച്ചു കൊടുക്കുക. ഒരു കോട്ട് മതിയാവും. ഇനി നിങ്ങളുടെ നെയിൽ പോളിഷ് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ 2 കോട്ട് അടിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ഒറ്റ കോട്ട് അടിച്ചു കൊടുത്തിട്ടുള്ളൂ. കാരണം ഡിസൈൻ വരാൻ പോകുന്നുണ്ടല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇതിന് കുറച്ച് ക്ഷമ വേണം. പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ വരാറില്ല. സമയമെടുത്ത് ചെയ്താലേ വരുള്ളൂ. അപ്പോൾ ഈ ഒരു ടൂൾ വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത്. ഇത് ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഇയർബഡ്സോ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇതിനാകുമ്പോൾ 2 സൈഡിലിങ്ങനെ ഡോട്ട് ഇടാൻ പാകത്തിനുള്ളൊരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഈ ചെറിയ ഡോട്ട് വെച്ചിട്ടാണ് ഞാൻ ഇടുന്നത്. നിങ്ങൾക്കിതില്ലയെന്ന് വെച്ചിട്ട് ഇതാവേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ മേടിച്ചിട്ടുള്ളൂ. ഇതിന് മുന്നേ ഞാനും ഇയർബഡ്സും അതുപോലെ ടൂത്ത് പിക്കൊക്കെ വെച്ചിട്ട് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ കേടായ പെന്ന് വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ തൊട്ടിട്ട് 4 ഡോട്ടാണ് നമ്മൾ വയ്ക്കാൻ പോണത്. അപ്പോൾ ഉള്ളിൽ നിന്ന് തൊടാം. അത് ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയായിട്ട് വരാതിരിക്കാനാണ് ആ ബ്രഷ് തന്നെ എടുത്തത്. അപ്പോൾ ആ ബ്രഷിൽ നിന്ന് എടുത്തിട്ട് 4 ഡോട്ടാണ് വെക്കാൻ പോകുന്നത്. 2 സൈഡിലും 2 ഓപ്പോസിറ്റ് ആയിട്ടാണ് വെക്കുന്നത്. കുറച്ച് കട്ടിക്ക് എടുത്താൽ മതി. ഉണങ്ങിയിട്ടേ വെക്കാൻ പാടുള്ളൂ കേട്ടോ. ഉണങ്ങുന്നതിന് മുന്നേ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുളമാവും. അപ്പോൾ ഇത് വയലറ്റ് കളർ അടിച്ച് കഴിഞ്ഞിട്ട് ഉണങ്ങാനായിട്ടൊന്ന് വെക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കി ചെയ്യാൻ പോകുന്നത്. 2 ഡോട്ട് സൈഡിലും 2 ഡോട്ട് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടാണ് വെക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വെച്ചത് അങ്ങനെ 2 വെച്ചിട്ടുണ്ട്. അപ്പോൾ നടുക്കുള്ളതാണ്. മറ്റേത് വെച്ചപ്പോൾ എടുക്കാൻ പറ്റിയില്ല കേട്ടോ വീഡിയോ. അത് കട്ടായിപ്പോയി. അപ്പോൾ ഇത് ഇങ്ങനെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് 4 ഡോട്ട്. അപ്പോൾ അത് വെച്ചപ്പോൾ ചെറുതായിട്ട് മഷി കുറഞ്ഞു, നെയിൽ പോളിഷ് കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അത് എടുത്തിട്ട് ഒന്നുകൂടിയും വെക്കുകയാണ്. 4 ഏകദേശം ഈക്വലായിട്ടുള്ള ഡോട്ടുകൾ വെച്ചാൽ ഭംഗിയുണ്ടാവും. അപ്പോൾ 2 ഫ്ലവറാണ് ഞാൻ ഉദ്ദേശിച്ചത് അധികം. അപ്പോൾ എന്നാലാണ് ആ 2 കളർ എടുത്ത് നന്നായിട്ട് കാണുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് അതേ ലൈനിൽ തന്നെ അപ്പുറത്തെ കോർണറിലും കൂടെ ഒന്നുകൂടിയും വെക്കാം. അപ്പോൾ ഇതാണ് 2 വിരൽ ഞാൻ ആദ്യമായിട്ട് ചെയ്ത് കാണിച്ചത്. അപ്പോൾ ഇനി ഫുള്ളായിട്ടുള്ളത് ലുക്ക് കാണാം. ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. നല്ല എസ്തെറ്റിക്കാണ് കാണാൻ, നല്ല ഭംഗിയാണ്. വേണമെങ്കിൽ ഈ കോർണറിലും കൂടി ചെയ്യാം. അപ്പോൾ ചിലപ്പോൾ കൂടുതൽ ഫ്ലവർ ഉള്ള പോലെ തോന്നും. എനിവേസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.